ആധുനിക കാലത്ത് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ നിരാശയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്രഷനിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ഡിപ്രഷനും ഈ നിരാശയും ഇത് തമ്മിൽ എന്താ ബന്ധം, അല്ലെങ്കിൽ എന്താ വ്യത്യാസം? പല ആൾക്കാരും നിരാശയിലിരിക്കുന്നതിനെ പറയും ഞാൻ ഡിപ്രഷനിലാണെന്നുള്ളത്. ഡിപ്രഷനിലൊന്നും ആവില്ല, ഒരു ഡിസപ്പോയിൻമെൻറ്റ് സ്റ്റേജിലായിരിക്കും. പക്ഷേ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നല്ല രീതിയിലുള്ള ഡിപ്രഷനിലാണെങ്കിൽ അവർക്ക് മരുന്നും ആവശ്യമാണ്, ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരും. ഹെവി ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ, അതല്ല ഒരു ഡിസപ്പോയിൻമെൻറ്റ് സ്റ്റേജിലാണെങ്കിൽ, നിരാശയുടെ വക്കിലാണെങ്കിൽ അവരെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റും. പക്ഷേ ഇത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഏതിലാണെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താവും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഡിപ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് സാഡ്നെസ് ആണ്. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു വിഷമം, ദുഃഖം, സങ്കടം, അതാണ്. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാഡ്നെസ്, ഒരു എംപ്റ്റിനെസ്, ആകെ മൊത്തം ഒരു എന്താ പറയുക, ശൂന്യത എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരവസ്ഥ. ഒരു പ്രതീക്ഷയില്ലായ്മ, എനിക്കിനി ഒന്നും നേടാനില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് പറയുന്നൊരവസ്ഥ. ഇനി എന്നെക്കൊണ്ട് ഒന്നും ആവില്ല, ഞാൻ തീർന്നു, എനിക്ക് മതിയായി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് ഡിപ്രഷൻ. ഇത് ചിലപ്പോൾ ആഴ്ചകളോളം, മാസങ്ങളോളം വരെ നീണ്ടു നിൽക്കും. ഇത് വെറും ഒരു നിരാശ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് വളരെ ഇൻറ്റൻസീവായിട്ടുള്ളൊരു സാധനമാണ്. ഇനി ഞാനില്ല, എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം ലെവൽ, ആ ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒരു കാലത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി എന്താ പറയുക, എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ഇത്തരം ആളുകൾ പുറത്തു വരുന്നു. അതായത് അവരിഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, മറ്റുള്ളവരുടെ സംസാരം, പെരുമാറ്റം എല്ലാം കുറയുന്നു, ഗണ്യമായിട്ട് കുറയുന്നു. ജീവിതത്തിലൊരു പ്ലഷർ, സന്തോഷം, ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആസ്വദിച്ചിരുന്ന ആ വ്യക്തിക്ക് അതൊക്കെ പിന്നെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് ആളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ആ ഒരു ഇൻട്രസ്റ്റ് ആൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഉത്സാഹം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഫിസിക്കൽ സിംറ്റംസ് ആണ്, ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇതിനകത്ത് ആദ്യമായിട്ട് പറയേണ്ടത് ഭക്ഷണ രീതിയിലുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റമാണ്. ഒന്നുകിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണമേ വേണ്ട, അല്ലെങ്കിൽ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന, താല്പര്യത്തോട് കഴിച്ചിരുന്ന ഭക്ഷണം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആയിട്ട് കഴിക്കുന്നൊരവസ്ഥ, ചിലപ്പോൾ കഴിക്കാതിരിക്കുന്ന അവസ്ഥ, ചിലപ്പോൾ വെള്ളം കുടിച്ച് മാത്രം മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ഇങ്ങനെ പല പല അവസ്ഥകളുണ്ട്. ഒരേ രീതിയല്ല, പല രീതിയിലും. പക്ഷേ ഭക്ഷണക്രമത്തിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഇറഗുലർ സ്ലീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇടയ്ക്ക് ഉണരുക, 3 മണി 4 മണിക്കൊക്കെ പുലർച്ചെ ഉണർന്നതിന് ശേഷം പിന്നെ ഉറങ്ങാൻ കഴിയാതെ മിഴിച്ചങ്ങനെ കിടക്കുന്നൊരവസ്ഥ, ഉറക്കമേ ഇല്ലാത്ത അവസ്ഥ, ഒരുപാട് വഴുകി ഉറങ്ങുന്നൊരവസ്ഥ, ഇൻസോമിയ എന്നൊക്കെ പറയണ പോലെ അനാവശ്യമായിട്ട് ശരീരത്തിൽ വേദനകൾ, തളർച്ച, ക്ഷീണം, ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ അനുഭവപ്പെടുക, അയ്യോ വയ്യ എന്ന് പറയുന്നൊരവസ്ഥ. അത് മെൻ്റലി ആകാം, ഫിസിക്കലി ആകാം. 2 രീതിയിലാണെങ്കിലും ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ, അവിടെ ഇവിടെയൊക്കെ ശരീരത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടെന്ന് തോന്നുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് ഫിസിക്കലി കാണുന്ന ലക്ഷണങ്ങൾ. ഇത്രയേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, ഇതൊക്കെ മേജറായിട്ടുള്ള, മെയിനായിട്ടുള്ളത്. ചെറിയ ചെറിയ സിംറ്റംസ് വേറെ ഉണ്ടാവും. അത് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, കാട് കയറിയിട്ടുള്ള ചിന്തകൾ, ഇത് കുറച്ച് കൂടുതലായിരിക്കും. അത് നമ്മളെക്കുറിച്ചിട്ട് തന്നെ, നമ്മൾ പോരാ, നമ്മൾ മോശമാണ്, നമ്മൾ ശരിയല്ല, അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ പോരാ. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു പ്രതീക്ഷയില്ല, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളത് തന്നെ നമ്മളെ തന്നെ അങ്ങ് വിധി എഴുതും. നമ്മളെ തന്നെ അങ്ങ് കുറ്റം പറയും. അതായത് എല്ലാറ്റിൻ്റെയും കാരണം ഞാൻ തന്നെയാണ് കുറ്റവാളി, ഞാൻ കാരണമാണ് ഇങ്ങനെ ആയത്, ഞാൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്ന ഒരു തരം ഭ്രാന്തമായൊരവസ്ഥ. അതായത് ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുക. ഈ രീതിയിലൊക്കെ മാനസികമായിട്ട് തളരുന്നൊരവസ്ഥ. അടുത്തതെന്ന് പറയുന്നത് ഇംപെയർഡ് ഫങ്ഷനിങ്, അല്ലെങ്കിൽ ഇൻപെർഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു കാര്യവും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പരിപൂർണമായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അതിപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിപ്പിൻ്റെ കാര്യം, ഓഫീസാണെങ്കിൽ ഓഫീസിലത്തെ ജോലി കാര്യങ്ങൾ, റിലേഷൻഷിപ്പുകളിലാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഒരു പരിപൂർണമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ല. അത് പരിപൂർണമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ഓവറോൾ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് താഴത്തോട്ട് പോകുന്നു. ജോലി സ്ഥലത്തുള്ള നമ്മുടെ പെർഫെക്ഷൻ കുറയുകയാണെങ്കിൽ എന്തുണ്ടാവും? പല രീതിയിലും നമ്മുടെ പ്രൊഫഷനെ അത് ബാധിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാലറിനെ അത് ബാധിക്കും. നമ്മുടെ മൊത്തത്തിലുള്ള സന്തോഷവും ജീവിതം ഇതൊക്കെ താറുമാറാവും.
ഇത് പല രീതിയിലുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീനെ കാര്യമായിട്ട് ബാധിക്കും. നമ്മുടെ ജീവിതത്തിനെ മൊത്തമായിട്ട് അത് ബാധിക്കും. ഡിപ്രഷൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് സൂയിസൈഡൽ തോട്ടാണ്. അതായത് ഇത്തരം ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നൊരു കാര്യമാണ് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതായത് എക്സ്ട്രീം ലെവലാണ്, താങ്ങാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആ മനസ്സ് താങ്ങിക്കഴിഞ്ഞു, ഇനി ഇതിൻ്റെ മുകളിൽ താങ്ങാൻ കഴിയത്തില്ല. ആ ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേജിലെത്തിക്കഴിയുന്ന ആൾ ചിന്തിക്കുന്നതാണ്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ പോകുന്നതാണ് നല്ലത്, എന്നെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ എന്നിലൂടെ അങ്ങ് അസ്തമിക്കുമല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കും. സോ ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണം, ചികിത്സയ്ക്ക് വിധേയമാക്കണം. മാനസികമായിട്ട് അവർ സ്റ്റഡി അല്ല എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കണം. ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണല്ലോ സൂയിസൈഡൊക്കെ ഉണ്ടാകുന്നത്. സോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും കൂടെ നിൽക്കുന്നവർക്ക് ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കുക, വൈകി പോകരുത്. ചിലപ്പോൾ അവരെ പോലും നമുക്ക് നഷ്ടമായേക്കും. ഇനി നിരാശയുടെ, ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ടെമ്പററി റെസ്പോൺസസ് ആണ്. അതായത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ടെൻഷൻ, ഒരു മാനസികമായിട്ടുള്ളൊരവസ്ഥ, നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നില്ല, അതിൽ നമ്മൾ ഫെയിലായി, അപ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ, ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞു, നമുക്ക് അനുകൂലമല്ലാത്തത്, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, അപ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ്, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നിരാശ. അതായത് കുറച്ച് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു നിരാശ. അതായത് മണിക്കൂറുകളോ 1-2 ദിവസത്തേക്കോ നീണ്ടു നിൽക്കുന്നതാണ് ഈ പറയുന്ന സാധനം. അതിൻ്റെ അപ്പുറത്തോട്ട് വലിയൊരു വ്യാപ്തിയില്ല. അങ്ങനെയാണെങ്കിൽ അത് വെറും നിരാശ മാത്രമാണ്. അതിനപ്പുറത്തോട്ട് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെസിഫിക് ട്രിഗേഴ്സ് ആയിരിക്കും. അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കും. ഈ ഡിപ്രഷൻ്റെ പോലെ ആയിരിക്കില്ല. ഡിപ്രഷന് കൃത്യമായിട്ട് നമുക്കൊരു കാരണം പറയാൻ പറ്റില്ല. എന്നാൽ നിരാശ, ഡിസപ്പോയിൻമെൻറ്റിന് അങ്ങനെയല്ല, നമുക്കൊരു കാരണം കാണാൻ പറ്റും. അതായത് ഒരു ജോലിയാണെങ്കിൽ ജോലിയിൽ പ്രമോഷൻ കൊടുക്കാമെന്നുള്ളത് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ കിട്ടിയിട്ടില്ല. ഒരു സാലറി ഹൈക്ക്, ഒരു ഇൻക്രിമെൻറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും, കിട്ടിയിട്ടില്ല. എക്സാമിനപ്പോൾ ഒരു നല്ല മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും, വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ട്, ഒരു ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും, എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേതിന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ റെസ്പോൺസാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു ഇവൻറ്റിൽ നിന്ന് ഉണ്ടായ ഒരു അവസ്ഥ, ഒരു നിരാശ എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് മാനേജബിളാണ്, മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സൂയിസൈഡൽ അറ്റംപ്റ്റിന് തയ്യാറാവുകയോ ഒന്നും ചെയ്യത്തില്ല. അതൊരു നിരാശ എന്ന് പറയുന്ന ലെവലിൽ തന്നെ നിൽക്കുകയുള്ളൂ. അതിനൊരു ഉയർന്ന തലമൊന്നുമില്ല. നമ്മളെ കുറച്ച് വിഷമിപ്പിക്കും, കുറച്ച് സങ്കടപ്പെടുത്തും, നോക്കിക്കഴിഞ്ഞ് അറിയാൻ പറ്റും എന്തെങ്കിലും ഒരു സംഭവം കുളമായതിൽ നിന്ന് ഉണ്ടായ ഒരവസ്ഥ മാത്രമാണിത്. ഒരേ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. അത് ഡിപ്രഷനല്ല, നിരാശ മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ടെമ്പററി ആണ്, അത് മാനേജബിളാണ്, ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കില്ല, പെട്ടെന്ന് ആ സമയം കടന്നു പോകും. അടുത്തതെന്ന് പറയുന്നത് വേരിയഡ് ഇൻറ്റൻസിറ്റിയാണ്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരേ ഇൻറ്റൻസിറ്റിയിലായിരിക്കില്ല ഈ പറയുന്ന നിരാശ അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണ് നമ്മളത് ഡിപ്രഷനായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഒരു സ്ട്രെസ്സ്, ഒരു സാഡ്നെസ്, അതാണ് ഇതിൻ്റെ ഒരു മാക്സിമം ലെവൽ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊരു ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷയില്ല, എൻ്റെ ഭാവി അസ്തമിച്ചിരിക്കുന്നു, എനിക്കിനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഒന്നും നേടാനില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കാനില്ല, അങ്ങനെയൊന്നും അതിൽ തോന്നത്തില്ല. നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, ഞാനൊന്നിനും പോരാ, ഞാൻ വെറും വേസ്റ്റാണ് എന്ന് പറയുന്ന ലെവലിലേക്കൊന്നും ഒരിക്കലും ചിന്തിച്ച് പോകത്തില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷനാണ്, അങ്ങനെ പോകുന്നില്ലെങ്കിൽ അത് ഡിസപ്പോയിൻമെൻ്റ് ആണ്. അതിനെ നമ്മൾ മാറ്റി തെറ്റിദ്ധരിക്കാൻ പോകരുത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. അതായത് ഈ ഒരു നിരാശയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരളവ് വരെ നമുക്ക് പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതിനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയോ റീവാലുവേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടി ബെറ്ററായിട്ടുള്ള ഒരു ഗോള്, ബെറ്ററായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കുണ്ടായിരുന്ന ആ ഒരു നിരാശ ചിലപ്പോൾ പോയിട്ട് നമ്മളൊരു പുതിയ ഗോൾ, പുതിയൊരു ലക്ഷ്യത്തിൻ്റെ പിന്നാലെ ചിലപ്പോൾ പോയെന്നിരിക്കും. അതായത് ഒരു എക്സാം പൊട്ടി, രണ്ടാമതൊരു എക്സാമിന് ചാൻസ് ഉണ്ടെങ്കിലോ ആ എക്സാമിൻ്റെ പിന്നാലെ നമ്മൾ പോകും. ഈ നിരാശയെ നമ്മളങ്ങ് മറക്കും. അതായത് പുതിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ചുരുക്കി പറയാം. അതായത് മോട്ടിവേഷനിലൂടെ നമുക്ക് ഈ പറയുന്ന സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ പറ്റും.